ഹായ് കൂട്ടുകാരെ, കിട്ടീസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നടാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ തൊട്ട് എച്ച് വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് പാർട്ട് 1, പാർട്ട് 2, 3 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അടുത്ത വീഡിയോ നമ്മൾ ഇത് ചെയ്യുന്നത് 4ാമത്തെ പാർട്ടായിട്ടാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത ലെറ്റേഴ്സ് പഠിച്ചാലോ? റെഡിയാണോ കൂട്ടുകാര്? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? എന്നാൽ വേഗം തന്നെ ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് വാ കേട്ടോ. എഴുതാം നമുക്ക്. വാ. എച്ച് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. അത്രയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ലെറ്റർ എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാവോ? പറയാവോ? അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ? ഐ ആണല്ലേ? ഐ ആണ്. കൂട്ടുകാർക്ക് അറിയാം അല്ലേ? എഴുതി നോക്കിയാലോ? ഐ എഴുതാടാ. ഐ എഴുതാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നോക്കിയിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ കൂട്ടുകാര്. എഴുതാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു ലൈനും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് എന്താ ചെയ്യുക? ഇതിട്ടില്ലേടാ, അതുപോലെ തന്നെ ഒന്നുകൂടെ വരച്ചു കൊടുക്കാം നമുക്ക്. ഇത് എന്തക്ഷരാണിത്? ഐ ആണ്. കൂട്ടുകാർക്ക് അറിയാമായിരുന്നോ? ഐ എഴുതാൻ നേരത്തെ അറിയാമായിരുന്നോ? ഇത് ഇപ്പോഴാണോ കാണുന്നേ? നോക്കിയിരിക്കേ, ഞാൻ നല്ലപോലെ പറഞ്ഞു തരാം. ആദ്യം എന്താ ചെയ്യുക? ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ആ മാർക്കർ തെളിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് വരയ്ക്കുന്നത്. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. പറ്റുന്നുണ്ടോ? ഓക്കെ, നോക്കിയോട്ടാ. ഇങ്ങനെ വരച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ? നോക്കിയേ, സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് കുറച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് മേളിൽ ഇട്ട പോലെ തന്നെ ഒന്നുകൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്തക്ഷരാണിത്? ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? സിമ്പിളാണല്ലേ? പെട്ടെന്ന് എഴുതാം നമുക്ക്. 2-3 പ്രാവശ്യം കൂടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നുണ്ട്. വരച്ചേ കൂട്ടുകാര്, ബുക്ക് എടുത്ത് വരച്ചേ. നമുക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചോടാ. ഇനി അവിടെ നിന്ന് നേരെ ഒരു വരയും കൂടി ഇട്ട് കൊടുക്കാം. ശരിയായല്ലോ. ഭയങ്കര സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു അക്ഷരമാണല്ലേ ഐ. ഐസ്ക്രീം. കൊതി വരുന്നുണ്ടല്ലേ എല്ലാവർക്കും? നമ്മടാ ഐസ്ക്രീമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നു. അതുകൊള്ളാം. ഇത്രയും നേരം ചിരിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹാപ്പി ആയി എല്ലാവരും അല്ലേ? നോക്കിക്കോട്ടാ, ഇത് എന്തക്ഷരാണ്? ഐ. പഠിച്ചോ? എഴുതിയേ. കൂട്ടുകാരൊന്ന് ബുക്കിലേക്കൊന്ന് എഴുതിയിട്ടൊന്ന് കാണിച്ചേ ഇങ്ങോട്ട്. നോക്കട്ടെ ശരിയാണോ എന്ന്. എഴുതിയോ? ശരിയായിട്ട് എഴുതുന്നുണ്ടല്ലോ. അപ്പം ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ക്ലാസ്സിൽ. എങ്ങനെ എഴുതുന്നേ? സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ താഴത്തേക്ക് പിന്നെ ഇങ്ങനെ ഒരു വര. എന്താണിത്? ഐ. അപ്പം നമ്മൾ എത്ര ലെറ്റേഴ്സ് പഠിച്ചു? ക്യാപിറ്റൽ ലെറ്ററിൽ ഐ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? എ, ബി, സി, ഡി. സ്പീഡ് കൂടുതലാണോ? പതിയെ പറയാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. അവിടം വരെയാണല്ലേ നമ്മൾ പഠിച്ചത്. കൂട്ടുകാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എഴുതിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബുക്കിലേക്ക് എഴുതിയായിരുന്നോ? എഴുതിയതൊക്കെ ഒന്ന് കാണിക്കാവോ? ബുക്കൊക്കെ ഒന്ന് തിരിച്ചേ നോക്കട്ടെ എഴുതിയത്. എല്ലാവരും എഴുതിക്കൊണ്ടൊക്കെ ആണല്ലോ വന്നത്. അത് ശരി, പറഞ്ഞാലൊക്കെ കേൾക്കുമല്ലേ ഇപ്പോൾ? അടുത്ത അക്ഷരം പഠിക്കാം നമുക്ക്. എച്ച്. ഐ കഴിഞ്ഞ് എന്താടാ? ജെ ആണേ. HI, ജെ. ജെ എഴുതാൻ ഇതിനെക്കാട്ടി സിമ്പിളാ. നമ്മൾ ഐ പഠിച്ചില്ലേ ഇപ്പോൾ? അത്രയും തന്നെ ഉള്ളൂ പഠിക്കാനായിട്ട്. എഴുതി നോക്കിയാലോ? തെളിയോ നോക്കട്ടെ കേട്ടോ. ഇതേ നോക്കിക്കോട്ടാ. ജെ എങ്ങനെ എഴുതുന്നേന്ന്? സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട്
സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഐ എഴുതുന്ന പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന് ഈ കാലം കൂടെയൊക്കെ ഇല്ലേ അതുപോലെ വരച്ചാൽ മതി. അപ്പം ശരിയാവും. നോക്കിയേ, ജെ. എങ്ങനെയാ വരയ്ക്കുക? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരണം. നോക്കിയേടാ, ഇതാണ് ഈ ലൈനിൻ്റെ സെൻറ്റർ, ഇതാണ്. അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കാലം കൂടെ ഇല്ലേ അതുപോലെ കൊണ്ടുവന്നാൽ മതി. എന്തക്ഷരായി? ജെ. ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ നമ്മൾ എഴുതൂലേ, അതിൻ്റെ അക്ഷരാട്ടോ ഇത്, ജെ. നോക്കിക്കോട്ടാ, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് എന്താ ചെയ്യുക? ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു കാലം കൂടെ പോലെ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ. എന്തക്ഷരാണിത്? ജെ. ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ എഴുതാൻ നേരത്ത് നമ്മൾ ജെ ആണല്ലേ ഉപയോഗിക്കുന്നത്, അല്ലേ? ഓക്കെ, ഒന്നുകൂടെ എഴുതിയാലോ? കൂട്ടുകാരെ എൻ്റെ ഒപ്പം എഴുതിക്കോട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. വരച്ചോ? ബുക്ക് കാണിച്ചേ. ആ, ശരിയായിട്ടുണ്ടേ. ഇനി എന്താ ചെയ്യുക? സെൻറ്ററിൽ നിന്ന് നേരെ താഴത്തേക്ക് വരച്ചേടാ. വരച്ചേ. എന്നിട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവരണേ. ഇങ്ങനെ കൊണ്ടുവന്ന് വളച്ച് കൊണ്ടുവരണം. മനസ്സിലായോ? ഓക്കെ, ശരിയായില്ലേ? ഐ എഴുതുന്ന പോലെ തന്നെയാണ്. ഇവിടെ താഴെ ഇങ്ങനെ വളച്ചാൽ മാത്രം മതി, അല്ലേടാ? ശരിയായോ? ആ, നല്ല കൂട്ടുകാരാണ് കേട്ടോ. പെട്ടെന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത അക്ഷരം എഴുതാം നമുക്ക്. ക്യാപിറ്റൽ ലെറ്ററിൽ ഐ, ജെ കഴിഞ്ഞ് എന്ത് ലെറ്റർ ആണ്? കെ ആണ് അടുത്ത ലെറ്റർ. എഴുതാം നമുക്ക്. കെ എഴുതാനും ഭയങ്കര സിമ്പിളാണേ. കാണിച്ചു തരാട്ടാ. എഴുതാം നമുക്ക്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. നോക്കിയേ, സ്ട്രെയിറ്റ് ആയിട്ട് നേരൊക്കെ താഴേക്കാണ് കേട്ടോ വരയ്ക്കുന്നത്. അതിൻ്റെ അവിടെ നിന്ന് അതിങ്ങനെ ഇങ്ങനെ ഒരു വര കൂടെ വരച്ചു കൊടുക്കാം. നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടും വരച്ചു കൊടുക്കാവേ. നോക്കടാ, എന്തക്ഷരാണിത്? കെ. കെ ഫോർ കൈറ്റ്. ഒരു കെ കൂടെ എഴുതി കാണിക്കാവേ. ഒരു ലൈൻ വരച്ചിട്ട് നോക്കിക്കോ. ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര വരയ്ക്കണം കേട്ടോ. കെ. എന്തക്ഷരാണിത്? കെ. എങ്ങനെയാടാ എഴുതുന്നേ? നേരൊക്കെ ഒരു വര വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരെണ്ണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരെണ്ണം. എങ്ങനെയാണ്? നേരെ ഒരു വര വരച്ചിട്ട് നോക്കിക്കേ, കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നൊരെണ്ണം നിർത്തി. എഴുതിയോടാ? നോക്കിക്കേ. ആ, ഇങ്ങനെ. കെ ഫോർ കൈറ്റ്. അപ്പൊ എത്ര അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു? ക്യാപിറ്റൽ ലെറ്റർ ഐ പഠിച്ചു, ജെ പഠിച്ചു, കെ പഠിച്ചു. ഒരു ലെറ്റർ കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ട് നിർത്താം. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചേ. എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിക്കേ, എന്നിട്ട് പഠിച്ചാൽ മതിയല്ലോ. വെള്ളം കുടിക്കേ. വെള്ളമൊക്കെ കുടിക്കുക, എന്നിട്ട് പഠിക്കാം നമുക്ക്. കുടിച്ചോ? ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എത്രാമത്തെ പാർട്ടായിട്ടാണെന്നറിയോ? 4ാമത്തെ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 4ാമത്തെ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഐ, ജെ, കെ തൊട്ട് എല്ലാം കൂടി പഠിക്കാം നമുക്ക് ഈ ക്ലാസ്സിൽ. എല്ലാം ഐ, ജെ, കെ എല്ലാം എങ്ങനെയാണ് പഠിക്കുന്നത്? ഇതൊക്കെ ഭയങ്കര സിമ്പിളാടാ. ശ്രദ്ധിച്ചൊന്നിരുന്നാൽ മതിയേ. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുക. ഇവിടുന്ന് നേരെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്തക്ഷരാണിത്? ഏത് ലെറ്റർ ആണിത്? എൽ ആണിത്. എൽ. ഈ അക്ഷരം അല്ലേ ലെറ്റർ എന്ന് എഴുതി, ലെറ്റേഴ്സ് എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണിത്, എൽ. നോക്കിയിരിക്കണേ. ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സിമ്പിളായതല്ല.
സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. കൂട്ടുകാരൊന്ന് എഴുതിയതൊന്ന് കാണിച്ചേ. ശരിയായല്ലോ, ഭയങ്കര സിമ്പിളാ ഇത്രയും ലെറ്റേഴ്സ് പഠിക്കാനല്ലേ. IJKL ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. കൂട്ടുകാർക്ക് ബോറടിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടാലോ. എവിടെ വരെ പഠിച്ചതാ നമ്മൾ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് A തൊട്ട് L വരെയാണ് പഠിച്ചത്. ഒന്നുകൂടെ പറയാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കാവോ? A പറഞ്ഞേ. A B C D E F G H I J K L അവിടെ വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എത്രാമത്തെ പാർട്ടാണ്? 4 ആണ് കേട്ടോ. ഇതിലാണ് ഈ ക്ലാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ കണ്ടാലേ കൂട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസ് സ്കിപ്പ് അടിക്കാതെ മുഴുവനായിട്ട് കണ്ടാലേ നല്ല രീതിയിൽ ലാസ്റ്റ് വരെ പഠിക്കാൻ പറ്റത്തുള്ളൂ കൂട്ടുകാർക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.